ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ, നമ്മളുമായിട്ട് കുറേ നാൾ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആ ഒരു പേഴ്സൺ പെട്ടെന്ന് നമ്മളെ വിട്ട് ബ്രേക്കപ്പ് ആയിപ്പോയി. അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഇമോഷൻസും ചിന്തകളും ഒക്കെയാണ് നമ്മളോടുള്ള, എങ്ങനെയാണ് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നമ്മളോടുള്ള ഫീലിങ്സ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജനറൽ റീഡിങ്ങും ആണ്. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് വാലിഡ് ആവുക. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരും എനർജി ആയിട്ട് മാച്ച് ചെയ്തില്ല. നമ്മളുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്താൽ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. സോ എല്ലാവരും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊക്കെ ഇരിക്കുക, മൈൻഡൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം ഉപേക്ഷിച്ചത് വേറൊരു ആൾക്ക് വേണ്ടിയാണ്. അതായത് അയാളുടെ ജീവിതത്തിലേക്ക് വേറൊരു പേഴ്സൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുകയാണെങ്കിൽ, ഈ വ്യക്തി ആരുമായിട്ടാണോ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് ആ ഒരാൾ ഈ ഒരു പേഴ്സണായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ്, അല്ലെങ്കിൽ അയാളുടെ ഇപ്പോഴത്തെ ഒരു ജീവിതം അവസാനിപ്പിക്കുക എന്നതിനൊക്കെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അത്രയ്ക്കും സങ്കടത്തിലാണ് ആ ഒരു പേഴ്സൺ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ എല്ലാം നശിച്ചു, എല്ലാം പോയി എന്നൊരു അവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ജീവിതം നശിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഒരാളുടെ ലൈഫ് കൊണ്ട് തകർത്തിട്ട് അയാൾ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോയപ്പോൾ അയാൾക്ക് ആ സെയിം എഫക്റ്റ് തന്നെയാണ് അവിടെ നിന്നും തിരിച്ചടിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും ഒക്കെ ഓർത്തിട്ട് അയാൾ ശരിക്കും വിഷമിച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു വല്ലാത്തൊരു ഇമോഷണൽ ഒരു സ്റ്റേജിൽ കൂടിയാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത്. ഈ ഒരു വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തകർന്ന് വല്ലാത്തൊരു സ്റ്റേജിലാണ് ഇപ്പോൾ ഒരു വ്യക്തി ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു പേഴ്സണ് നിങ്ങളെ പറ്റിയുള്ള വിചാരങ്ങളും നിങ്ങളോട് കാണിച്ചിട്ടുള്ളപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രമാണ് ദുഃഖം ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി ഓർത്തിട്ടാണ് മൊത്തത്തിൽ തകർന്നൊരവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ടൈമിൽ കൂടെ വരുന്നത് കൊണ്ട് നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളും ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ പ്രസൻസ് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ട്രൂ ആയിട്ടുള്ള ആ ഒരു വില ഇപ്പോഴാണ് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പാസ്റ്റിലോട്ട് വന്ന് നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് മെമ്മറീസും കാര്യങ്ങളും അതൊക്കെ ഓർത്ത് നിങ്ങളെയും വിഷമിപ്പിച്ചു, നിങ്ങളെയും ഇതേപോലത്തെ ഒരു സ്റ്റേജിൽ കൊണ്ടാക്കി എന്നൊക്കെ ഓർത്തൊക്കെ ഇപ്പോൾ നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി. ആ വ്യക്തിയും ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയപ്പോഴാണ് മനസ്സിലാവുന്നത്, നിങ്ങളുടെ ഒരു വാല്യൂ ഒക്കെ മനസ്സിലാവുന്നത് ഇപ്പോഴാണ് ആ ഒരു ആൾക്ക്. നിങ്ങളിൽ നിന്ന് ആ ഒരു വ്യക്തി തിരിച്ച് അങ്ങോട്ടേക്ക് പോയപ്പോൾ വളരെ നല്ലൊരു ജീവിതം, മറ്റേ ആ ഒരു അപ്പോൾ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ ഭയങ്കര വലിയ ഫ്യൂച്ചറൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് പോയത്. പക്ഷേ അവിടെ എന്ന് വെച്ചാൽ, അവിടെ ചെന്നതിന് ശേഷം നിങ്ങളെ പോലത്തെ ഒരാളുമല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ ഭയങ്കര വലിയ അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളും ഭയങ്കര നല്ല രീതിയിലൊരു അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതായത് അയാൾ വിചാരിച്ചിരുന്നതിലും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നല്ലത്. അപ്പോൾ ഇവിടെ നല്ലതിനെ ഉപേക്ഷിച്ച് അവിടെ ചെന്ന് അവിടെയും ഇതിലും വലിയ ടോർച്ചറിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ ആ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി ഒരുപാട് തകർന്ന്, അതായത് ഈ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ ആൾക്ക് സ്വസ്ഥത കിട്ടിയിട്ടില്ല. ഇപ്പോഴാണെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചതും നിങ്ങളിൽ നിന്ന് പോയതും ഒക്കെ ഓർത്തിട്ട് എല്ലാം കൊണ്ടും തകർന്നൊരവസ്ഥയിലാണ് ആ ഒരു വ്യക്തിനെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ, തരുന്ന എനർജി എന്ന് വെച്ചാൽ, ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഇമോഷണൽ അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പോൾ അതായത് ഇനിയിപ്പോൾ ഈ ഒരു പേഴ്സൺ വരുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടി നല്ല രീതിയിൽ സ്ട്രോങ് ആവും ഒക്കെ ചെയ്യും. അപ്പോൾ ഒരുപാട് അനുഭവിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വാല്യൂ ഒക്കെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡിലാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്.
ഒരു മെച്യൂർ ഒരു ഇത് നേരത്തെ ഇത്രയും മെച്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം ഒരു കുട്ടികളുടെ അതേപോലത്തേക്ക് ഒരു സ്വഭാവത്തിലൊക്കെ ആയിരിക്കാം ആദ്യമൊക്കെ. പക്ഷെ ഇപ്പോൾ വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ടായി തിരിച്ചു വരുമ്പോൾ ഭയങ്കര മെച്യൂർ ആണ്. ഭയങ്കര നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് കെയർ ചെയ്യും. നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സണെ എല്ലാം ക്ഷമിച്ചും വളരെ രീതിയിൽ സ്വീകരിക്കുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. യൂണിവേഴ്സ് നമുക്കിവിടെ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ അതായത് നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് ഒക്കെ വന്നപ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു പേഴ്സൺ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരും. അവരെന്താണോ ആഗ്രഹിച്ചത് അതൊന്നും അവിടെ കിട്ടത്തില്ല. പതുക്കെ എൻ്റെ അടുത്തോട്ട് തന്നെ വരുമെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. കാര്യം വെച്ചാൽ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങളൊന്ന് പറഞ്ഞു ദേഷ്യപ്പെടാനോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ വളരെ കാമായിട്ട് വളരെ കെയർ ചെയ്ത് ആ ഒരു വ്യക്തി നിങ്ങളൊരു ഭയങ്കര എംപതാണ്. അപ്പോൾ നിങ്ങൾ അയാളെ ആശ്വസിപ്പിച്ച് നിങ്ങൾ ആ പേഴ്സണെ ആശ്വസിപ്പിച്ച് നിങ്ങളുടെ കൂടെ നിർത്തി അയാളുടെ വിഷമങ്ങളൊക്കെ മാറ്റി ഒക്കെ കൊണ്ടുപോകാനുള്ളതാണ് നമുക്കിവിടെ കാണിച്ചിരുന്നത്. വെച്ചാൽ അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾ. ഇപ്പോൾ ആരും നിങ്ങളുടെ അടുത്ത് ഒരു വിഷമത്തിൽ വരുവാണെങ്കിൽ നിങ്ങൾ അവരെ കെയർ ചെയ്ത് അവർക്ക് നല്ല പ്രോപ്പർ രീതിയിൽ നിങ്ങൾ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിൽ തന്നെയാണ് നിങ്ങളും ഈ ഒരു വ്യക്തി തിരിച്ച് വന്നാൽ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ വഴക്കുണ്ടാക്കാനോ ഒരു നെഗറ്റീവായിട്ടൊരു വേർഡ് പറയാൻ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആ ഒരു പേഴ്സൻ്റെ അടുത്ത്. ബിക്കോസ് നിങ്ങൾക്കറിയാം അത് അയാൾ എത്രമാത്രം ഹേർട്ട് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അയാളുടെ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കി എന്ന് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. അത്രയും ഒരു ഹൈ പവറായിട്ടുള്ള ഒരു ആളായിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളോട് ഈ ഒരു ടൈം മാത്രമല്ല ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. അതായത് ബ്രേക്കപ്പിൻ്റെ കാര്യമല്ല, പക്ഷെ നിങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ടായിരിക്കുന്ന സമയത്തും ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി കാരണം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഒക്കെ ആ ഒരു വ്യക്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ ഒരുപാട് നോക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മിസ്റ്റേക്കുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആ ഒരു പേഴ്സൺ നോക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പറയുന്നതിനൊരു വില കൊടുത്തിട്ടില്ല. അയാൾക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നതും അങ്ങനെയാണ് മറ്റേ ഒരു റിലേഷൻഷിപ്പിലോട്ട് ചെന്ന് ചാടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ഓർത്തിട്ട് ആ ഒരു ആൾക്ക് ഭയങ്കര വിഷമമുണ്ട്. അയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുമുണ്ട്, പക്ഷെ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. അപ്പോൾ അതൊക്കെ ഓർത്ത് വളരെ ദുഃഖിതനാണ് ആ ഒരു പേഴ്സൺ. അപ്പോൾ ഈ ഒരു പേഴ്സണ് ശരിക്കും മനസ്സിലായിട്ടുണ്ട് അയാൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ട്രാപ്പിലായതാണെന്ന്. അപ്പോൾ എങ്ങനെയൊക്കെയോ ആ ഒരു പേഴ്സൺ അതിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വെച്ചാൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ അയാൾക്ക് വരണമെന്നുമുണ്ട്. അപ്പോൾ നിങ്ങളോട് കാണിച്ചിട്ടുള്ള അതുകൊണ്ട് വിഷമവുമുണ്ട്. പിന്നെ അയാളുടെ പഴയ റിലേഷൻഷിപ്പിനോർത്ത് ഒരുപാട് ദുഃഖിക്കുന്നൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മീറ്റ് ചെയ്യണമെന്നുണ്ട്. നിങ്ങളുമായിട്ട് സംസാരിക്കണം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മേ ബി നിങ്ങളെ ഉടൻ തന്നെ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമുക്ക് അങ്ങനത്തെ ഒരു എനർജിയാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആവും എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചാൽ അയാൾ അത്രയ്ക്ക് ദുഃഖിതനാണ്. ഒരുപാട് വിഷമങ്ങളിൽ കൂടെയാണ് പോയിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞൊന്നും അയാൾ അംഗീകരിക്കാതെ പോയി ചാടിയ ഒരു റിലേഷൻഷിപ്പാണ്. അവിടെ നിന്ന് ഒരുപാട് നമ്മൾ വിചാരിക്കാത്ത പോലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അയാളുടെ ലൈഫിൽ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം മറന്ന് ഇപ്പോൾ അയാളുടെ പാസ്റ്റൊക്കെ മറന്ന്, അതായത് പാസ്റ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൻ്റെ അതൊക്കെ അയാൾ മറന്ന് ഒരു ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുക, നിങ്ങളുടെ പ്രോബ്ലംസൊക്കെ പറഞ്ഞ് നിങ്ങൾ സോൾവ് ചെയ്ത് വളരെ നല്ലൊരു ബെറ്റർ ഫ്യൂച്ചറിലേക്ക് പോവുക. അപ്പോൾ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഫുള്ള് സംശയങ്ങളാണ്. അതായത് നിങ്ങൾ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണോ ഇനി നിങ്ങൾ ആ ഒരു പേഴ്സൺ അംഗീകരിച്ചത്, അതല്ലെങ്കിൽ ഇനിയും നിങ്ങളായിട്ട് അയാളെ ഇട്ടിട്ട് പോകുമോ, ഇനി ഇവിടെ ഞാൻ എന്തൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഓർത്ത് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ പിടിച്ചാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി, അതായത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ഡിസ്കസ് ചെയ്യാതിരിക്കുക. ആ വ്യക്തിയായിട്ട് തന്നെ പറയട്ടെ. അപ്പോൾ അതിന് വേണ്ടി ടൈം കൊടുക്കുക. പിന്നെ നിങ്ങൾ ഒരുപാട് വിഷമങ്ങളും അതായത് ഒരുപാട് പ്രോബ്ലംസിൽ കൂടെ പോന്നിട്ടും ഒരുപാട് അനുഭവിച്ചിട്ടൊക്കെ ഉള്ളത് കൊണ്ട് അയാൾക്ക് അയാളുടേതായിട്ടുള്ളൊരു ടൈം കൊടുക്കുക. അപ്പോൾ എങ്കിൽ മാത്രമേ അയാൾ ക്ലിയറായി വരത്തുള്ളൂ. ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു പേഴ്സൺ. നിങ്ങളോട് കാണിച്ചതൊക്കെ ഉള്ളത് തന്നെയാണ്, പക്ഷേ എങ്കിലും ഒരുപാട്
മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ്, അതായത് ഒരു കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളിലകത്ത് ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും തന്നെ എടുത്തിടേണ്ട ആവശ്യമില്ല. അയാളായിട്ട് സംസാരിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിങ് തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.